ഹലോ ഗായ്സ്, അപ്പം നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നൊരു നെയിം സ്ലീപ്പ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ അക്സസറീസ് ഒക്കെ വാങ്ങുന്നേരം നെയിം സ്ലിപ്പ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ ഒരു A4 ഷീറ്റ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അതിന് നമുക്ക് ഒരു A4 ഷീറ്റിൽ 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനത്തെ നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സാമ്പിൾ കാണിച്ചതാണ് ഉണ്ടാക്കിയതിൻ്റെ. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു സാമ്പിളാണ്, സ്പേസ് തീമിലാണ്. ഇത് സ്പേസ് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചിത്രം വരച്ച് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്ലവറിൻ്റെ ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് പിൻട്രസ്റ്റിൽ, ഗൂഗിൾ, പിന്നെ ഇപ്പോൾ ഡ്രോ കാർട്ടൂണൊക്കെ പറഞ്ഞ കുറേ ആപ്പ് ഉണ്ട്. അതിൽ നിന്ന് നോക്കി വരയ്ക്കാം. പിന്നെ വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം. എനിക്ക് വരയ്ക്കാൻ അറിയുന്നതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഫ്ലവർ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ രീതിയിലുള്ള എന്ത് ഫ്ലവറാണോ വരയ്ക്കേണ്ടത് അങ്ങനത്തെ രീതിയിലുള്ള ഫ്ലവേഴ്സ് വരയ്ക്കാം. എനിക്കിവിടെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതും അതാണ്, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ ഓരോന്ന് ഉണ്ടാക്കി സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയ ഫ്രണ്ട്സ് വാങ്ങിയതിനെക്കാട്ടും കൂടുതൽ നോക്കി ഇങ്ങനെ ഉണ്ടാക്കിയതിനേക്ക് ഇതെങ്ങനെ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേണ്ട നെയിം ഫസ്റ്റ് ചെയ്താൽ പിന്നെ സ്റ്റാൻഡേർഡ്, ഡിവിഷൻ അങ്ങനെയൊക്കെ ചെയ്തു. നമ്മളിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അമ്പാളെ അച്ഛനും അമ്മമാർക്കും ഉപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ അതിന് പൈസ കുറഞ്ഞ് കിട്ടൂലേ. അപ്പം നെയിം സ്ലിപ്പ് ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നെയിം എഴുതിയിട്ട് പിന്നെ സ്റ്റാൻഡേർഡ് എഴുതിയിട്ട് പിന്നെ കുറച്ച് ഇട്ടിട്ട് ഡിവിഷൻ എഴുതിയിട്ട് റോൾ നമ്പർ. ഇങ്ങനെ വര വരയ്ക്കേണ്ടവർക്ക് വര വരയ്ക്കാം, അല്ലാത്തവർക്ക് വരയ്ക്കേണ്ട. പിന്നെ സബ്ജക്റ്റ്, പിന്നെ സ്കൂളിൻ്റെ നെയിം വേണമെങ്കിൽ സ്കൂളിൻ്റെ. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. പിന്നെ നമുക്ക് ഒട്ടിക്കേണ്ട നേരം അപ്പം പശ തേച്ച് ഒട്ടിച്ച് അത്ര ശരിയാവില്ല. നമ്മൾ പശ എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക. നമുക്ക് എത്ര പശ ഒട്ടിക്കാനുണ്ട് കുറച്ചിങ്ങനെ ഒരു വട്ടം വരച്ചെടുത്താൽ മതി. വട്ടം വരച്ചെടുത്തിട്ട് കൈയ്യോട് നല്ലോണം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഉണക്കാൻ വെച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഇത്തിരി വെള്ളമാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ടാറ്റാ. എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.